ഹലോ ഗായ്സ്, നമുക്കിച്ചിരി മത്തി കറി വെക്കാവേ. മീനെല്ലാം ഞാൻ വെട്ടി തേച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പ് വെച്ചു. നമുക്കിനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണയ്ക്കകത്ത് വെക്കണം കറി, അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ പെട്ടെന്ന് അങ്ങ് ഉറച്ചു പോകും. ഒരിക്കലും അത് ഉറഞ്ഞിരിക്കുവേ, പെട്ടെന്ന് ഉറച്ചു പോകും, ഭയങ്കര തണുപ്പല്ലേ. നമുക്കുണ്ടോ എണ്ണ ചൂടായി, നമുക്കിനി കടുക് ഇടാം. കടുകും ഉഴുന്നും കൂടെയാണ് ഇടുന്നത്. കടുക് ഉഴുന്നും കൂടെ പൊട്ടിക്കഴിയുമ്പം നമുക്ക് അതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ടു. ഈ ചെറിയ ഉള്ളി ഒരുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചെറിയ ഉള്ളി നമ്മളെടുത്ത് രണ്ടായിട്ട് കീറിയിട്ട് ചൂടെണ്ണയ്ക്കകത്തിട്ട് വഴറ്റുവാണ്. അതിൻ്റെ കളർ ഒരുവിധം മാറി വരുമ്പം നമുക്ക് പച്ചമുളക് ഇടണം. പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ഒരുവിധം നല്ലതായിട്ട് വഴന്ന് വരുമ്പോഴേത്തിന് നമുക്ക് ഒരിക്കൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നല്ലതായിട്ട് ചതച്ച് അതുകൊണ്ട് വെളുത്തുള്ളിയാണേ. വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് ഒരുവിധം അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നല്ലതായിട്ടിട്ട് ഇളക്കി നല്ല ഒരുവിധം കളറ് മാറുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ നല്ല വാസന വരുന്നുണ്ട്. നല്ല വാസന വരുന്നുണ്ട്. നല്ലതായിട്ട് വഴഴണം, അല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചൊവ വരും, പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചൊവ വരും. അതുകൊണ്ട് നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് വഴന്ന് തവിയയിലെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഒരു ചതച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുവിധം ഒന്ന് നല്ല മിക്സിക്കകത്തിട്ട് പേസ്റ്റ് പോലെ ഒത്തിരി പേസ്റ്റാക്കിയില്ല, എന്നാൽ ചതച്ചതുമല്ല, അതുപോലെ മീഡിയം ആക്കിയിട്ടാണ്. അത് തവിയൽ ഒട്ടിപ്പിടിക്കും. നമുക്ക് ശകലം മഞ്ഞൾ പൊടി ഇടാം. മഞ്ഞൾ പൊടി ഇട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന് മിക്സായി കഴിയുമ്പം നല്ലൊരു കളർ വരും. നല്ല കളറായി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സാധനം നമുക്കിടാം. നമുക്ക് ശകലം മല്ലിപ്പൊടി ഇടണേ. ഒരു സ്പൂണ് മതി, ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി. സാധാരണ ആരും പച്ച മീൻ ചേർക്കാറില്ലെന്ന് പറയും, പക്ഷേ ഞാൻ ചേർക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. മല്ലി നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് മൂത്ത് കഴിയുമ്പം നമ്മൾ ആ കറി ചാറിന് നല്ല കൊഴുപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ മുളകൊക്കെ ഏറെ ചേർക്കുമ്പോഴത്തേന് കൊഴുപ്പില്ലാതെ വരും. എന്നിട്ട് ഭയങ്കര എരിവായിരിക്കും കറിക്ക്. നല്ല മീഡിയം ഒരു എരിവ് വേണം. മീൻ കറിക്ക് ഞങ്ങൾക്കൊക്കെ നല്ല എരിവ് വേണം. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ നല്ല എരിവിലാണ് ഞങ്ങൾ കഴിക്കത്തുള്ളൂ. അന്നേരം ഇച്ചിരി മല്ലിപ്പൊടി ഇടുമ്പോൾ നല്ല കൊഴുപ്പായിട്ട്. അതിൻ്റെ കൂടെ അല്പം ചെറിയൊരു സ്പൂണ് ഉലുവായും കൂടെ ഇടും. ഉലുവ ഇടുന്നത് അത് ഇട്ട് കഴിഞ്ഞ് നല്ലതായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേന് നല്ല നമ്മൾ കറി വെക്കുമ്പോൾ നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഇപ്പം തന്നെ നല്ല വാസന വരുന്നുണ്ട്. എല്ലാം കൂടെ മിക്സായി കഴിയുമ്പം നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ പച്ചമുളക് അരിഞ്ഞ് കുറേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് വയ്ക്കാം. ഞങ്ങൾ പച്ചമുളക് ഇടും, പിന്നെ മുളക് പൊടി ഇടും. അത് മുളക് പൊടിയാണ്. അതിട്ട് നമ്മൾ എല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരുവിധം ഒന്ന് ചുമന്ന കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴേത് നല്ല മണം വരുന്നുണ്ട്. നമുക്ക് തീ അല്പം കുറച്ച് വെക്കണേ. കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പുകഞ്ഞ് കരിഞ്ഞ് പുക കയറും. അപ്പോൾ പുക മണം ആയിരിക്കും കറിക്ക് വരുന്നത്. ഇനി നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. പുളി നമുക്ക് ആവശ്യത്തിനുള്ളിടത്ത് വെള്ളത്തിലിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും. പാത്രത്തിൽ വെള്ളം ഒഴിച്ച്, അപ്പം മീനൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് എടുത്തതിന് ശേഷം
2-3 ചെറിയ പുളിയാണ്, അതുകൊണ്ട് 2-3 കഷ്ണം ഇടും. എന്നിട്ട് വീണ്ടും ആ പുളിക്ക് മിച്ചം ഇരിക്കുന്ന പുളിയിലേക്ക് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ അതുപോലെ അടുത്ത മീൻ കറി വെക്കാൻ നേരത്താകുമ്പോഴത്തേനും നല്ലതായിട്ട് പുളി ഇറങ്ങി ഇരിക്കും. അപ്പം 2 കഷ്ണം പുളിയും ഇട്ട് കുറേ വെള്ളം ഒഴിച്ച് വീണ്ടും അത് അടുപ്പേ വയ്ക്കും. പിന്നെ ആവശ്യത്തിനുള്ള